Dear students, in the arithmetic progression എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the sum of first 5 multiples of 3 sum ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ S5 ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. സം ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ S5 കാണണം. S5 കാണണമെങ്കിൽ നമുക്കറിയാം Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് n 5 ആണ്. a എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ 3 ആഡ് ചെയ്ത് പോയാൽ മതി. 3 6 9 ഇതാണ് നമ്മുടെ AP. അപ്പോൾ അവിടെ a എന്ന് പറയുന്നത് 3, d എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ n എന്ന് പറയുന്നത് 5 ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസിന്. അപ്പോൾ S5 കണ്ടുപിടിക്കുക. S5 എന്ന് പറയുന്നത് 5/2 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 5 - 1 ഇൻറ്റു d എന്ന് പറയുന്നത് 3. അപ്പോൾ 5/2 ഇൻറ്റു 6 പ്ലസ് 4 ഇൻറ്റു 3 12. അപ്പോൾ 5/2 പ്ലസ് അതായത് 5/2 6 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 18 45. അപ്പോൾ 45 ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ 8 സം ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 3. ഇനി അടുത്തത് the sum of first 5 positive integers divisible by 6. ഫസ്റ്റ് 5 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 6നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന 5 പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. S5 അതായത് n = 5 S5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ a എന്ന് പറയുന്നത് 6 12 ഇങ്ങനെയാണ് നമ്മുടെ AP പോവുക. ഡിഫറൻസ് 6 ആയിട്ട് വരും 18. ഇപ്പൊ ഡിവിസിബിൾ ബൈ 6 ആയതുകൊണ്ട് ഇങ്ങനെയാണ് AP ഉണ്ടാവുക. a എന്ന് പറയുന്നത് 6, d എന്ന് പറയുന്നതും 6. അപ്പൊ S5 ഈക്വൽ ടു n/2 n ഇവിടെ 5 ആണ്. 5/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ 5/2 ഇൻറ്റു 12 പ്ലസ് 4 ഇൻറ്റു 6 24 വരും അവിടെ. അപ്പോൾ 5/2 ഇൻറ്റു 12 പ്ലസ് 24 ഈക്വൽ ടു 5/2 ഇൻറ്റു എത്രയാണ് വരുന്നത് 36 ആവുമ്പോൾ ഇവിടെ 18 ഇൻറ്റു 5 90. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 90 ആണ്. അടുത്തത് the middlemost term of the AP -11 -7 -3 etc. 49 is. ഇവിടെ നമുക്ക് 18 20 19 23 17 21 23 25 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മിഡിൽ മോസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം n എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. n കാണാൻ വേണ്ടി n ഈക്വൽ ടു എങ്ങനെയാണ് നമുക്ക് കിട്ടുക? n ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് നമ്മുടെ ഫോർമുല. അതിൽ a എന്ന് പറയുന്നത് 49 ആണ്. a -11 d എന്ന് പറയുന്നത് -7 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം -11. അപ്പോൾ -7 പ്ലസ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 ആണ്. d 4. അപ്പോൾ a എന്ന് പറയുന്നത് 49 ഈക്വൽ ടു a എത്രയാണ് -11 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് 4. അപ്പോൾ 49 പ്ലസ് 11 ഈക്വൽ ടു n-1 ഇൻറ്റു 4. അപ്പോൾ ഇത് 60 ഈക്വൽ ടു n-1 ഇൻറ്റു 4. അപ്പോൾ n-1 എന്ന് പറയുന്നത് 60/4. 60/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കിട്ടും. അപ്പോൾ n ഈക്വൽ ടു 15 പ്ലസ് 1 16 ആണ്. 16 എന്നുള്ളത് ഈവൻ നമ്പർ ആണ്. n ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം അതായത് 2 മിഡിൽ ടേം ഉണ്ടാവും. അതായത് n/2 എന്ന് പറയുന്നത് 16/2 8. അപ്പോൾ 8th ടേമും 9th ടേമും ആയിരിക്കും അവിടെ മിഡിൽ ടേം ആയിട്ട് വരിക. അപ്പോൾ അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. 8th ടേം എന്താണ് 9th ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. 8th ടേം A8 എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? a പ്ലസ് 7d. അപ്പോൾ a എന്ന് പറയുന്നത് -11 പ്ലസ് 7 ഇൻറ്റു 4 28 നിന്ന് 11 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 17. അപ്പോൾ 17 ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് A9 കണ്ടുപിടിക്കുക. A9 എന്ന് പറയുന്നത് a പ്ലസ് 8d ആണ്. അപ്പോൾ -11 പ്ലസ് 8 ഇൻറ്റു 4 32. -11 പ്ലസ് 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 നിന്ന് 11 പോയി കഴിഞ്ഞാൽ 1 21. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് മിഡിൽ ടേം എന്ന് പറയുന്നത് 17ഉം 21ഉം ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ. ഓഡ് നമ്പറാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരു മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങ് കണ്ടുപിടിക്കാം.
If the numbers n minus 2, 4n minus 1 and 5n plus 2 are in AP, then the value of n. ഇവിടെ n-ന്റെ വാല്യൂ ആണ് കണ്ടത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് എ ബി സി ആർ ഇൻ എ പി ആണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ബൈ 2 ആണ്. എ പ്ലസ് സി ബൈ 2 ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2b ഈക്വൽ ടു എ പ്ലസ് സി. ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് എ, ഇത് ബി, ഇത് സി ആണ്. അപ്പോൾ 2b ഈക്വൽ ടു എ പ്ലസ് സി ആണ്. 2 ഇൻറ്റു ബി എന്ന് പറയുന്നത് 4n മൈനസ് 1 ഈക്വൽ ടു എ n മൈനസ് 2 പ്ലസ് സി എന്ന് പറയുന്നത് 5n പ്ലസ് 2. അപ്പോൾ ഇവിടെ നമുക്ക് 8n മൈനസ് 2 ഈക്വൽ ടു ഇവിടെ 6n കിട്ടും. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് വരുമ്പോൾ 2n ഈക്വൽ ടു 2, n ഈക്വൽ ടു 1. n 1 ആണ്. അതെപ്പോഴും ഓർമ്മിക്കുക. ഇങ്ങനെ എക്സ് ഇട്ടിട്ട് എല്ലാം തരികയാണെങ്കിൽ 3 നമ്പേഴ്സ് തരികയാണെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെ എ പ്ലസ് സി ബൈ 2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ എക്സ് ഇട്ടിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാകുക, എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു തന്നിട്ടുണ്ട്. √2 പ്ലസ് √8 പ്ലസ് √18 പ്ലസ് √32 ഇങ്ങനെയാണ് ഉള്ളത്. അതായത് ഇവിടെ ഇത് എ പി ആണ്. ഈ എ പിയുടെ സം ഓഫ് n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. √2 √8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് √8 എന്ന് പറയുന്നത് 2√2 ആണ്. √8 2√2 ആണ്. അതുപോലെ √18 എന്ന് പറയുന്നത് 2 9 3 3. അപ്പോൾ 3√2 ആണ്. ഇതിങ്ങനെയാണ് പോവുക. അടുത്തത് 4√2. ഇങ്ങനെയാണ് നമ്മുടെ എ പി ഉള്ളത്. അപ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് സം ഓഫ് n ടേംസ് ആണ് കാണേണ്ടത്, എസ് എൻ ആണ് കാണേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ √2, ഡി എന്ന് പറയുന്നത് 2√2 മൈനസ് √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 തന്നെയാണ്. അപ്പോൾ എസ് എൻ ഈക്വൽ ടു n/2. എന്ന് നമുക്കറിയില്ല. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് √2 തന്നെ. അപ്പോൾ ഇവിടെ n/2 ഇൻറ്റു 2√2. ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n√2 മൈനസ് √2. അപ്പോൾ ഇവിടെ 2√2 മൈനസ് √2 എന്തായി? n/2 ഇൻറ്റു 2√2 മൈനസ് √2 എന്ന് പറയുന്നത് √2. അപ്പോൾ n√2 പ്ലസ് √2 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൽ രണ്ടിലും എന്ത് ചെയ്യുക? √2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. n/2 ഇൻറ്റു √2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ n പ്ലസ് 1 ആണ് ഉണ്ടാവും. കാരണം √2 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ n പ്ലസ് 1. ഈ √2 ക്യാൻസൽ ആകുമ്പോൾ √2. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1/√2 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സി ആണ്. If 18th and 11th term of an AP are in the ratio 3:2, then its 21st and 5th terms are in the ratio. നമുക്ക് അതിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. A21 ഡിവൈഡ് ബൈ A5 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് A18 A11 തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2 ആണ്. അപ്പോൾ 3/2. A18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. A പ്ലസ് 18 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് 17D ഡിവൈഡ് ബൈ A പ്ലസ് ഇത് A പ്ലസ് 11 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ A പ്ലസ് 10D. അത് 3/2 എന്ന് തന്നിട്ടുണ്ട്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു A പ്ലസ് 17D ഈക്വൽ ടു 3 ഇൻറ്റു A പ്ലസ് 10D എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2A പ്ലസ് 34D ഈക്വൽ ടു 3A പ്ലസ് 30D. ഇതിൽ നമുക്ക് D ഒരു സൈഡിലും A ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 34D മൈനസ് 30D ഈക്വൽ ടു 3A മൈനസ് 2A എന്ന് കിട്ടും. അപ്പോൾ A ഈക്വൽ ടു ഇവിടെ നമുക്ക് 4D എന്ന് കിട്ടി. A 4D എന്ന് കിട്ടി. അതിനുശേഷം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 21st ടേമും 5th ടേമിൻ്റെയും റേഷ്യോ. A21 ബൈ A5 ഈക്വൽ ടു A പ്ലസ് A21 എന്ന് പറയുന്നത് 21 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് 20D. A പ്ലസ് 20D ഡിവൈഡ് ബൈ A പ്ലസ് 4D എന്ന് വരും. ഇവിടെ എയുടെ പ്ലേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4D എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 4D പ്ലസ് 20D ഡിവൈഡ് ബൈ 4D പ്ലസ് 4D. അപ്പോൾ ഇവിടെ 24D ബൈ 8D എന്ന് കിട്ടും. ഇത് D ക്യാൻസൽ ആയിട്ട് ഇവിടെ 3/1 ആണ് കിട്ടുന്നത്. അപ്പോൾ A21 ഈസ് ടു A5 എന്ന് പറയുന്നത് 3:1. നമ്മുടെ ആൻസർ 3:1.
if 18a b minus 3 are in AP then a plus b എന്താണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം തന്നെയായിരിക്കും ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് എ മൈനസ് 18 ഈക്വൽ ടു മൈനസ് 3 മൈനസ് ബി, A2 മൈനസ് A1. നമ്മുടെ AP A1 A2 A3 A4 ഇങ്ങനെയാണെങ്കിൽ A2 മൈനസ് A1 എന്ന് പറയുന്നത് നമുക്ക് A4 മൈനസ് A3 എന്ന് എഴുതാം. അതേപോലെ എഴുതി. അപ്പോൾ നമുക്ക് A പ്ലസ് ബി ആണ് വരേണ്ടത്. അപ്പോൾ എയും ബിയും വരുന്ന പോലെയുള്ള ടേംസ് എടുത്തു. A മൈനസ് 18 ഈക്വൽ ടു മൈനസ് 3 മൈനസ് ബി. അപ്പോൾ ഈ ബീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. A പ്ലസ് ബി ഈക്വൽ ടു മൈനസ് 3 മൈനസ് 18 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 18. അപ്പോൾ A പ്ലസ് ബി എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അടുത്തത്, if the first term of an AP is A and nth term is B, then its common difference is. Common difference ആണ് കണ്ടുപിടിക്കേണ്ടത്. an equal to a plus n minus 1 into d. അപ്പോൾ ഇതിലുള്ള d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a എന്ന് പറയുന്നത് b എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം a തന്നെ. ഇവിടെ n minus 1 into d. പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. b മൈനസ് a ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു ഡി. ഡി ആണ് കണ്ടുപിടിക്കുന്നത്. d ഈക്വൽ ടു b മൈനസ് a ബൈ n മൈനസ് 1. b minus a by n minus 1. The sum of n terms of an AP is 3n square plus 5n, then 164 is 6. എത്രാമത്തെ ടേം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Sn ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Sn ഈക്വൽ ടു 3n സ്ക്വയർ പ്ലസ് 5n. ഇതിൽ S1 എന്ന് പറയുമ്പോൾ n-ന് 1 കൊടുക്കുക. 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 1. അപ്പോൾ എത്രയാണ്? 3 പ്ലസ് 5 8 എന്ന് കിട്ടും. ഈ S1 തന്നെയാണ് എന്ത് a എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ടേം A1 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അത് തന്നെയാണ് S1 എന്ന് പറയുന്നത്. സം ഓഫ് ഫസ്റ്റ് ഒരു ടേം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് S1ഉം എയും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് 8 കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കിട്ടണം. അതിനു വേണ്ടി S2 എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. S2 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2. അപ്പോൾ 12 പ്ലസ് 10 എന്ന് പറയുന്നത് ഇവിടെ 22 എന്ന് കിട്ടും. ഇത് S2 ആണ്. S2 എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ രണ്ട് ടേംസിന്റെ സമ്മാണ് S2 എന്ന് പറയുന്നത്. A1 പ്ലസ് A2 ആണ് S2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് A2 ആണ് കിട്ടേണ്ടത്. A2 കിട്ടണമെങ്കിൽ S2-ൽ നിന്ന് A1 മൈനസ് ചെയ്യുക. അപ്പോൾ S2 എത്രയാണ്? S2 22 മൈനസ് A1 എന്ന് പറയുന്നത് 8. അപ്പോൾ ഇവിടെ 14 കിട്ടും. അപ്പോൾ A2 എന്ന് പറയുന്നത് 14 ആണ്. A2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് A2 കണ്ടുപിടിച്ചത്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് A2 മൈനസ് A1. A2 എത്രയാണ്? A2 14 മൈനസ് A1 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 6. ഇനി നമുക്ക് 164 എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഫോർമുല an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിലുള്ള n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ a എന്ന് പറയുന്നത് 164 ആണ്. a 8 പ്ലസ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി എന്ന് പറയുന്നത് 6. അതിനാണ് നമ്മൾ ഈ ടേമിൽ നിന്ന് S1ഉം S2ഉം കണ്ടുപിടിച്ചിട്ട് എയും ഡിയും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n കണ്ടുപിടിക്കുക. അപ്പോൾ എത്രാമത്തെ ടേം ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ 164 മൈനസ് 8 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 6. 164-ന് 8 മൈനസ് ചെയ്യുക. 6 5 156. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 6 is equal to 156 എന്ന് കിട്ടി. n minus 1 equal to 156 divided by 6. അപ്പോൾ ഇവിടെ 236 6 26. അപ്പോൾ n minus 1 equal to 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n equal to 27. അപ്പോൾ n 27 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. 3n സ്ക്വയർ പ്ലസ് 5n Sn തന്നിട്ടുണ്ടെങ്കിൽ S1 S2 അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. അതിന് ശേഷം എയും ഡിയും കണ്ടുപിടിച്ചതിന് ശേഷം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The term of an AP, the sum of whose nth term is Sn is. ഇതിൽ ഏതാണെന്നുള്ളത്, അതായത് Sn എന്ന് പറയുന്നത് നമുക്കിപ്പോൾ S1 nth ടേം തന്നു കഴിഞ്ഞാൽ A1 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? n-ന് 1 കൊടുത്ത് S1 കിട്ടി. A2 എന്ന് പറയുന്നത് അതായത് A2 കിട്ടണമെങ്കിൽ S2 മൈനസ് S1 ആണ്. A3 ആണെങ്കിൽ A3 കണ്ടുപിടിക്കണമെങ്കിൽ S3 മൈനസ് S2. ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ A3 അതായത് S3 എന്ന് പറയുന്നത് എന്താണ്? A1 A2 A3. ഇത് ഇത്രയും ടേംസിന്റെ സമ്മാണ് S3. അതിൽ നിന്ന് S2 മൈനസ് S2 എന്ന് പറയുന്നത് A1 പ്ലസ് A2 ആണ്. S3 മൈനസ് ചെയ്താൽ നമുക്ക് A3 കിട്ടുക. അതുപോലെ A4 എന്ന് കിട്ടണമെങ്കിൽ S4-ൽ നിന്ന് S3 മൈനസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് പോകുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട nth ടേം ഓഫ് എൻ AP ആണ്.
nth ടേം ഓഫ് എൻ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ എൻ. എ എൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എസ് എൻ. നമ്മൾ ഇവിടെ A3ക്ക് എങ്ങനെയാണ് എഴുതി? S3. അതുപോലെ എ എൻ എന്ന് പറയുമ്പോൾ എസ് എൻ മൈനസ് അതിന് തൊട്ട് മുമ്പിലുള്ള നമ്പർ SN മൈനസ് 1 ഇതിനേക്കാൾ ഒരു നമ്പർ കുറവ് S3 മൈനസ് S2. അപ്പോൾ ഇവിടെ SN മൈനസ് SN മൈനസ് 1. അപ്പോൾ ഇങ്ങനെയാണ് nth ടേം. അപ്പോൾ nth ടേം കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടാൽ മതി AN ഈക്വൽ ടു SN മൈനസ് SN മൈനസ് 1. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.